ആദ്യം ഇക്ബാൽ, ഇപ്പോൾ കളക്ടർ ഇക്ബാലിനോടാണ് സംസാരിച്ചത്. എന്താണ് ഈ ASD പട്ടിക? എങ്ങനെയാണ് ഈ ക്രമക്കേട് തടയാൻ ജില്ലാ ഭരണകൂടം നടപടികൾ എടുത്തിരിക്കുന്നത്? സ്മൃതി, സാധാരണ ഈ വോട്ടർ പട്ടികയോടൊപ്പം തന്നെ ASD പട്ടിക ഒരു മണ്ഡലത്തിൽ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോയി ദീർഘകാലമായി മണ്ഡലത്തിൽ താമസിക്കാത്ത ആളുകളെ ആബ്സെന്റ് ഗണത്തിലും അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ഈ പുതുതായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലേക്ക് വരുന്ന ആളുകളെ ഷിഫ്റ്റ് ഗണത്തിലും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും മരിച്ചുപോയ ആളുകളുടെയാണ് ഈ ഡെത്ത് ഗണത്തിലും കൂട്ടുന്നത്. ഈ 3 ഗണത്തിലുമുള്ള ആളുകളുടെ പട്ടിക പ്രത്യേകമായി എല്ലാ തെരഞ്ഞെടുപ്പിനും ഈ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം ചേർന്നിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഈ വ്യാജ വോട്ടും അതുപോലെ തന്നെ ഇരട്ട വോട്ടും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ പേര് വിവരങ്ങളും വോട്ടർ ലിസ്റ്റിലെ വിവരങ്ങളും ചേർന്ന് ഒരു പ്രത്യേക പട്ടിക ഈ ASD പട്ടികയ്ക്കൊപ്പം ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുള്ളത്. വ്യാജ വോട്ടുകളും അതുപോലെ തന്നെ ഇരട്ട വോട്ടുകളും സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ ഉൾപ്പെടെ വിവിധ BLOമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ഇലക്ഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ കൂടിയാണ് ഈ പ്രത്യേക പട്ടിക ഇപ്പോൾ ഏതായാലും തയ്യാറാക്കി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് EVM മെഷീനുകളുടെ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വെച്ച് നടത്തിയിരുന്നു. ആ വിതരണത്തിനിടയിലാണ് ഇപ്പോൾ ASD പട്ടികയും ഈ പ്രത്യേക പട്ടികയും ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ ഈ പ്രത്യേക പട്ടികയിലോ അല്ലെങ്കിൽ ASD പട്ടികയിലോ ഉൾപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ കൃത്യമായി തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇവരുടെ ചിത്രങ്ങൾ ഇവരുടെ വീഡിയോ ഉൾപ്പെടെ പകർത്തും. അതിനുശേഷം ഇവരുടെ കയ്യിൽ നിന്നും സത്യവാങ്മൂലം എഴുതിവാകും. അതായത് തങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്, മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് വോട്ടില്ല, അവിടെയെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് തങ്ങൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയെന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം എഴുതിവാകും. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ശരി, ASD പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇരട്ട വോട്ടുകൾ ഇനി സാധ്യമല്ല. വോട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ പട്ടികയിൽ 2 പേര് വന്നവർക്ക് കൂടുതൽ കർശനമായ പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൻ്റെ കണക്കുകളും അത്തരം വിവരങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. കാരണം 2700 വ്യാജ വോട്ടർമാർ എന്നൊരു കണക്ക് CPM അങ്ങോട്ട് പരാതിയിൽ പറയുന്നു. പക്ഷേ കണക്ക് കൊടുത്തിട്ടില്ല എങ്കിലും തങ്ങളും പരാതി നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസും പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ പരിശോധിക്കട്ടെ എന്ന് BJPയും പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും വ്യാജ വോട്ട് വിവാദത്തിൽ ഇപ്പോൾ നേതാക്കളുടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്.